ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ ആരുമല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളുണ്ടാവും. അങ്ങനെ ഒന്ന് രണ്ട് അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തിലൊരു കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തേത്. അത് ശുഭപര്യവസായിയായി. രണ്ടാമതുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജോയി ചേട്ടൻ്റെ ഒരു സംഭവമായിരുന്നു. ആ മൂന്നാമത്തെ ദിവസം വരെയും പ്രതീക്ഷ, അവസാന പ്രതീക്ഷ, അത് വെള്ളത്തിലായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും, വെള്ളം കുടിച്ചിട്ട് അവിടെ ഉണ്ടാവും, നമുക്ക് ജീവനോടുകൂടി കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന സങ്കടത്തിലാക്കിക്കൊണ്ട് ജോയി ചേട്ടൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. കോടിക്കോടി പ്രണാമം എന്നേ ഞാൻ പറയുന്നുള്ളൂ. വേറെ എനിക്ക് ഒന്നും എന്താ പറയുക, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. കാരണം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട്, അതായത് ആക്രി ഒക്കെ പറക്കി എന്ത് ജോലി ആയാലും കിട്ടുന്നത് കൊണ്ട് അന്നന്ന് അന്നം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഇത്തിരി കൂടി എമൗണ്ട്, ഒരു 1500 രൂപ ഒരു ദിവസം കിട്ടുമെന്ന് കണ്ടിട്ട് നമ്മളൊക്കെ മൂക്ക് പൊത്തി പോകുന്ന, കണ്ടാൽ അറയ്ക്കുന്ന അത്രത്തോളം മോശം സിറ്റുവേഷനുള്ള ഒരു സ്ഥലത്തേക്ക് പണിക്ക് വരികയായിരുന്നു കൂട്ടുകാരുമായി ചേർന്നിട്ട്. അപ്പോൾ ആ ഒഴുക്കി വെള്ളം വരുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ കരയ്ക്കോട്ട് കയറിയിട്ട് ഇതും കൂടെ തീർത്തിട്ട് ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥയോട് നിന്നപ്പോഴാണ് അങ്ങനെ ഒരു അപകടം ആ മനുഷ്യനെ തേടി എത്തിയത്. അപ്പോൾ ഈ ഒരു തോടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ട് പലപ്പോഴും ഞാനിങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഈ വാതിക്കലോട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തെത്തുമ്പോൾ അവിടെ മിക്ക സമയങ്ങളിലും ആൾക്കാർ യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത കൈയൊക്കെ വെച്ചിട്ട് ഈ പണിയെടുക്കുന്ന ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൈയിട്ട് വാരുന്നതും പാത്രത്തിലേക്ക് എടുത്ത് ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ ഞാനിങ്ങനെ കണ്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ അടുത്തിടയ്ക്ക് കണ്ടു പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം ഈ വെറും കൈയോടുകൂടി എങ്ങനെയാണ് ആ കറുകറുത്ത ആ അഴുക്കിനകത്തേക്ക് അവർക്ക് കൈയിട്ട് വാരുന്നത്, അവരെങ്ങനെ അവരെ ശരീരം കൊണ്ടിട്ടൊരു കൈലി മാത്രം അല്ലെ ഒരു തോർത്ത് തലയിലൊക്കെ കെട്ടിയിട്ട് എങ്ങനെ ഇറങ്ങി നിന്ന് അതിനകത്ത് പണിയെടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ നോക്കി എനിക്ക് സങ്കടം തോന്നിയിട്ട് അതുപോലത്തെ ഒരു ഫോട്ടോ ഓൺലൈനിൽ നിന്ന് എവിടുന്നോ എനിക്കിങ്ങനെ ഫോണിലേക്ക് കിട്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ DP ആയിട്ട് കുറേ ദിവസം ഇട്ടിട്ട് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് മനസ്സിൽ തറച്ചു. കാരണം ഞാനൊക്കെ ആ സ്ഥലത്ത് ഇങ്ങനെ അവർ പണിയുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ വണ്ടി കൂടെ പോകുമ്പോഴായിട്ട് പോലും എൻ്റെ മൂക്ക് പെട്ടെന്ന് പൊത്തിപ്പിടിച്ചു. എന്നിട്ടാണ് ഞാൻ പോയത്. ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്ന സമയത്ത് ഞാൻ പേട്ടയ്ക്കും നമ്മളെ തമ്പാനൂരിനും ഇടയ്ക്ക് ട്രെയിൻ പിടിച്ചിട്ട സമയത്ത് പേട്ടയിൽ ഇറങ്ങി എളുപ്പം മെഡിക്കൽ കോളേജിൽ എത്താനുള്ള വണ്ടി ഇട്ടു എന്നുള്ളതുകൊണ്ട് അവിടെ ഞാൻ ചാടി ഇറങ്ങി ഉണ്ടായി. കൃത്യം ഈ തോടിൻ്റെ ഭാഗത്തോട്ടാണ് ചെന്ന് ഞാൻ ഇറങ്ങണത്. അപ്പോൾ ഈ തോടിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഈ തോടൊരു സൈഡിൽ റേപ്പാൾ ഒരു സൈഡിലെന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ട്രെയിൻ അടുത്ത പാളത്തിൽ കൂടെ വരുന്ന സമയത്ത് എനിക്ക് മാറാൻ സ്ഥലമേ തീരെയില്ല. അപ്പോൾ ഒരുപാട് പേര് ബഹളം വെക്കുന്നു, കുളത്തിൻ്റെ അടുത്തോട്ട് മാറാൻ പറഞ്ഞു. ഞാൻ ആ കുളത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഈ കുളത്തിൽ വീണ് ചാവുന്നതിലും ഭേദം ഞാൻ ഈ ട്രെയിൻ ഇടിച്ച് ചാവുന്ന, ഞാൻ മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ കടിച്ച് പിടിച്ചിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ട്രെയിൻ വളരെ സ്പീഡ് കുറച്ചാണ് വന്നത്. ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് മെയിൻ റോഡ്, സ്റ്റേഷൻ്റെ അടുത്തല്ല ഞാൻ ഇറങ്ങിയത്, സ്റ്റേഷൻ്റെയൊക്കെ ഇടയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നടന്നിട്ട് ഭയങ്കര വേസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടാണ് നമുക്ക് റോഡിൽ എത്താൻ പറ്റിയത്. ആ നടന്നു പോകുന്ന വഴിക്ക് വീടുകളിൽ നിന്ന് ഇളക്കിക്കൊണ്ടുവന്ന ക്ലോസറ്റ് പോലും അതുപോലെ കൊണ്ടുവന്ന റോഡ് സൈഡിലും ആ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിനകത്തെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അന്ന് ഞാനുൾപ്പെടെ നടന്നു പോയവരൊക്കെ ആരെ കണിയണ്ടിട്ടാണോ വന്നതെന്ന് പറഞ്ഞിട്ട് മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് മനം മറിച്ചാണ് പോയത്. അന്ന് ഞാനൊക്കെ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടുണ്ടല്ല, രാവിലത്തെ ഫുഡ് കഴിക്കാണ്ടാണ് പോയത്. കയ്യിലിരുന്ന ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ പോലും ഒരു മനമറിപ്പ് വരുന്നുണ്ടായിരുന്നു. അതരവും ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ പോയി കുളിച്ചിട്ടേ കഴിക്കുള്ളൂ. ഇത് കണ്ട് എനിക്ക് കുളിച്ചിട്ടേ കഴിക്കത്തോളം എന്നുള്ള രൂപത്തിലൊരു വെപ്രാളമായി പോയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള ഒരു വേസ്റ്റിലേക്കാണ് ഈ ഒരു മനുഷ്യനും കൂട്ടുകാരും കൂടി വന്ന് ജോലിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് യാതൊരു സുരക്ഷയും ഇല്ലാണ്ട് ഒരു തൂമ്പ എങ്ങാണ്ട് അവരെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ വാരി വാരി എടുക്കുക, അതങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൈയിട്ട് വാരുക, വാരി അടുപ്പിച്ചിട്ട് കൊണ്ടുപോയി പാത്രത്തിലേക്കോ ചാക്കിലേക്കോ ഒക്കെ നിറയ്ക്കുക എന്ന് പറയുന്നതോ അല്ലെ വാരി കളയാന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിത് ഈ ഫയർഫോഴ്സും ബാക്കി ആൾക്കാരും വന്ന് ഇത് വൃത്തിയാക്കണ സമയത്ത് നമ്മൾ ഇറ്റാച്ചി കൊണ്ടുവന്നത് കോരി എടുക്കണത് കണ്ടു, റോബോട്ടിനെ ഇറക്കി കുറച്ച് മാറ്റുന്നത് കണ്ടു. ഈ അത്യാധുനിക സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാമെന്നിരിക്കെ ഈ പെരുമഴ സമയത്ത് ഈ ആളുകളെ കൊണ്ടുവന്ന് അതിലേക്ക് ഇറക്കി യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാത്ത വിടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതേ കാര്യം തന്നെ അവർക്ക് ആളുകളെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ ഈ മഴ വരുന്നതിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ടത്. മഴക്കാലത്തല്ല പൂർവ്വ ശുചീകരണം വരേണ്ടത്, മഴയ്ക്ക് മുന്നേ ആണ് വരേണ്ടത്. അപ്പോൾ ഈ മഴയ്ക്ക് മുന്നേ, മഴയില്ലാതെ കിടന്ന സമയത്ത് ഈ ആൾക്കാർ വന്നിട്ട് ഇറ്റാച്ചി കൊണ്ടുവന്ന് കോരി എടുക്കുന്ന സാധനം
ചാക്കിലേക്ക് നിറയ്ക്കാൻ നിങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോളൂ. ആ കുളത്തിലേക്ക് ഇതേ ആൾക്കാരെ യാതൊരു സുരക്ഷാ സജ്ജീകരണവും ഇല്ലാണ്ട് ഇറക്കി നിങ്ങൾ എന്തിനാണ് വിടുന്നത്? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി ഇറങ്ങിയ ഫയർഫോഴ്സിലുള്ള ആൾക്കാരും ബാക്കിയുള്ളവരും പറയുന്നു അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത രൂപത്തിൽ അതിനകത്ത് മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന്. അവരെ ഒരുപാട് പേര് അഭിനന്ദിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അതിൻ്റെ കൂടെ തന്നെ ഈ തൊഴിലിനിറങ്ങിയ ആൾക്കാരെ നിങ്ങൾ അതുപോലെ അഭിനന്ദിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ആ മനുഷ്യൻ്റെ കുടുംബത്തിന് കൊടുക്കാമെന്ന് പറയുന്നു, വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു, വഴി കൊടുക്കാമെന്ന്. അതിനൊക്കെ അപ്പുറം ഇന്നലെ വരെ അമ്മയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചിരുന്ന, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരം വാങ്ങിച്ചുകൊണ്ടിരുന്ന അമ്മ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു വീട് സ്വന്തമായിട്ട് വെച്ചിട്ട് സമാധാനമായിട്ട് സ്വന്തം ഭൂമിയിൽ കഴിയണമെന്ന് ആഗ്രഹിച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ആ സ്വപ്നം എല്ലാം ബാക്കി വെച്ചിട്ടാണ് പടിയിറങ്ങി പോയിരിക്കുന്ന ഒരു മനുഷ്യൻ. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഇനി എന്തെല്ലാം ചെയ്തു കൊടുത്താലും ആ അമ്മ പറയുന്നൊരു കാര്യം ഉണ്ടാവും, എൻ്റെ മകൻ ഇതിനൊന്നും ഇല്ലല്ലോ, അതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട അവൻ ഇതിനൊന്നും ഇല്ലല്ലോ എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. ഇത്രയും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു സ്ഥലത്തേക്ക് ഈ പെരുമഴ പെയ്യണ സമയത്ത് ഈ തൊഴിലാളികൾ ഇത്രയും കൂടെ അവിടെ നിൽക്കുമ്പോൾ ഇതുപോലെ വെള്ളമൊലിച്ച് വന്നിട്ട് അവരെല്ലാവരും കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു? ആര് സമാധാനം പറയുമായിരുന്നു? ഇതിപ്പോൾ ഒരാൾ പോയോണ്ട് ബാക്കിയുള്ളവർ വിളിക്കാനുണ്ടായി. ഇപ്പം ഇത്രയും പേരും കൂടെ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് ആരും അറിയുന്നില്ല ഇവർ ഇത്ര ഇതിൽ പെട്ടങ്ങ് പോണു. എന്തായിരുന്നു സംഭവിക്കേണ്ടാകുക? പിന്നീട് ഓരോ സ്ഥലത്ത് നിന്ന് ബോഡി കിട്ടുമ്പോഴല്ലേ ഉള്ളൂ നിങ്ങൾ അറിയുന്നൊരു കാര്യം. ഇതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള എന്തെന്ന് വെച്ചാൽ, ഇത്രയേറെ അഴുക്കിങ്ങനെ അടിഞ്ഞു കൂടി ഇത്രയും സ്മെല്ലൊക്കെ അടിക്കുന്ന സമയത്തും ഒരു ആൾ പോലും ഇത് കണ്ടിട്ടില്ലേ? പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ. ആ റെയിൽവേ പറയുന്നു റെയിൽവേ അല്ല, കോർപ്പറേഷൻ പറയുന്നു കോർപ്പറേഷൻ അല്ല. ഈ രണ്ട് കൂട്ടർക്ക് സംയുക്തമായിട്ടിരുന്നിട്ട് ഇത്ര അഴുക്ക് കയറി കിടക്കുന്ന സമയത്ത് ഒരു പുറത്തുനിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിമാരോ ഒരു പ്രധാന ചടങ്ങോ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം അവർ വൃത്തിയാക്കുമല്ലോ, വന്നിട്ട് ഈ ഭാഗം മറച്ചു പിടിക്കാൻ ശ്രമിക്കുമല്ലോ, അവർ കാണുമെന്ന് വിചാരിച്ചിട്ട് വലിയ എന്തെങ്കിലും പുറത്തുനിന്ന് ആൾക്കാർ വരികയെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലും ചെയ്തിട്ട് നമ്മളെ നാടിൻ്റെ ഒരു മുഖച്ഛായ ഒന്ന് ഇങ്ങനെ ഇത്രയും വൃത്തികേടായി കിടക്കുന്നു റെഡിയാക്കണം. അത് എന്ത് വൃത്തികെട്ട രൂപത്തിലാണ് മാലിന്യമെന്ന് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എത്രയോ കാലാവധിയായിട്ട് അതിനകത്ത് മാലിന്യങ്ങൾ വന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കേ. അത്രത്തോളം കറുത്ത കളറിട്ടായിട്ടുണ്ടായിരുന്നു. ആ കറുത്ത കളറിലെ വെള്ളമെന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര അഴുക്കുണ്ടായിട്ട് ആ കറുപ്പ്. ആ അമ്മ പറയുന്നുണ്ടായിരുന്നു അവസാന നിമിഷം വരെ എൻ്റെ മോൻ അടിയൊഴുക്കിലും എല്ലാം പോയിട്ട് നീന്തി കയറുന്നവനാണ്, അവൻ രക്ഷപ്പെട്ടോളും. അതായത് അത്രയേറെ ഒരു എക്സ്പെർട്ടായിട്ടുള്ള മനുഷ്യനും സ്കൂബ ആൾക്കാർക്ക് പോലും അതിനിടയ്ക്കൊന്നും അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അത്ര കാഠിന്യത്തിലാണ് അതിൽ അഴുക്കുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഈ നല്ല ശ്വാസം കിട്ടുന്ന ഒരു സ്ഥലമാണെന്നുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. വെള്ളമാണ്, വെള്ളം കുറച്ച് കുടിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വിഷവാതകങ്ങളല്ലേ കയറുക. ആ വിഷവാതകം കയറുമ്പം തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ബോധം പോകും. ഇനി എത്ര നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും എത്ര എന്തെങ്കിലും എക്സ്പെർട്ട് എന്ന് പറഞ്ഞാലും ആ വിഷവാതകം കയറുമ്പോൾ നമുക്ക് ബോധം സ്വാഭാവികമായിട്ടും പോത്തേ ഉള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടിട്ട് കൊടുക്കുകയായിരുന്നു. ഒരുപാട് ഉപകാരങ്ങൾക്ക് ഇനിയും ഉണ്ടാവേണ്ട, ഒരുപാട് ജോലിയിൽ ഇനി ചെയ്തിട്ട് ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് പേർക്കൊരു ഉപകാരിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു മനുഷ്യൻ വളരെ ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ആ സമയത്തും കൂട്ടുകാർ പറയുമ്പോഴെന്താ ഇതും കൂടെ ഒതുക്കിയിട്ട് ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് അവർ ഇട്ടുകൊടുത്ത കയറി പിടിക്കാൻ വരുമ്പോൾ ആ പിടുത്തത്തിന് കപ്പിനും ചുണ്ടിനും ഇടയിലെന്ന് പറയുന്ന കണക്കിരുന്ന് ആ പിടുത്തത്തിൽ നിന്ന് സ്കിപ്പായി പോയിട്ട് പിന്നീട് കാണുന്നത് 3-ാമത്തെ ദിവസം ബോഡി ആയിട്ടാണ് കാണുന്നത്. ഈ 3-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ആദ്യ ദിവസം തൊട്ടേ ഞാനിങ്ങനെ പറയുന്നുണ്ട്, അത് ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഒഴുകി പോയിട്ടുണ്ടാവും, വേറെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാവും, വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കണം. ചിലപ്പോൾ എവിടെയെങ്കിലും നീന്തിച്ചെന്ന് കയറി ബോധമില്ലാതെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂടി ഒരു നോട്ടം കൂടി എല്ലായിടും ഒന്ന് നോക്കിയിരുന്നുണ്ടായിരുന്നെങ്കിലോ എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഒഴുകിപ്പോയാൽ ചെന്നെത്താമായിരുന്ന ഏരിയകളിലും കൂടെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷിക്കാൻ പറ്റിയേനെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇത്രയും ഒഴുക്കിൻ്റെ ഇടയിൽ ഒഴുകി അങ്ങ് പോയി ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കാണാവുന്ന ഒരു കാലോ കയ്യോ കാണാവുന്ന ദൂരത്തിലായാലും സാരമില്ല, എടുക്കാവുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇത്രയും ആളുകളെ നിങ്ങൾ അഭിനന്ദിച്ച് ഇവർക്കൊക്കെ ചികിത്സാ സഹായത്തെക്കുറിച്ചും ചികിത്സയുടെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ കാലയളവിലെല്ലാം ഇതുപോലത്തെ പണി ചെയ്തിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. യാതൊരു സുരക്ഷാ മാനദണ്ഡമില്ല. നാളെ ഇനി ഓട നിറയുമ്പോൾ ഓട വൃത്തിയാക്കുക, ആ സമയത്തോടി ഒരാളെ കൊണ്ടുവരും. നമ്മളെ ചുറ്റുവട്ടം നടക്കണം. നമുക്കൊക്കെ ഒരുതരം ആൾക്കാർക്കൊക്കെ പുച്ഛമാണ് അവരെ കാണുമ്പോൾ.
ഇതേ പണിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെന്ന രൂപത്തിലാണ് അതേ ആൾക്കാരെ കാണുന്നത്. പക്ഷെ അവരും നമ്മളെപ്പോലെ കുടുംബമുണ്ട്, നമ്മളെപ്പോലെ അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് അവർ ഇറങ്ങി വരുന്നത്. അല്ലാതെ അവർ ഈ ഒരു ജോലി ചെയ്യണം വേണ്ടി ജനിച്ച ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അവർക്ക് അവരുടേതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ പോലല്ലേ അവരുടെ ജീവനും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഇറങ്ങി എനിക്ക് ചൊറിയുമല്ലേ, എനിക്ക് ഇന്നത് വരുമെന്നുള്ളത് പോലെ തന്നെ അവർക്കും ഉള്ള ശരീരം. അപ്പോൾ ഗവൺമെൻറ് ആയാലും ആരായാലും കരാറുകാരായാലും ഒരു കാര്യം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇന്ന മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷമല്ലേ എടുത്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് മരണം സംഭവിച്ചു, നാളെ ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ, സംഭവിക്കാൻ പോകുന്നതിന് മുമ്പല്ലേ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്. നമുക്കറിയാമല്ലോ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഒരു മെഷീനെ വെച്ചിട്ടോ ഏതെങ്കിലും രൂപത്തിൽ ഇത് ചെയ്തിട്ട് കുറേയെങ്കിലും വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ആൾക്കാർ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഇവർ ഇറ്റാച്ചി കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഒന്ന് നിങ്ങൾ കോരി നോക്ക് എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ പോരെ. അതല്ലെന്നുണ്ടെങ്കിൽ ഉണക്ക് സമയത്ത് ഇത് ചെയ്യാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഈ മഴ സമയത്ത്, ഈ പെരുവെള്ള സമയത്ത്, അതും ഈ കർക്കിടകം എന്ന് പറയുന്ന ഒരു മാസത്തിലെ മഴയെക്കുറിച്ച് നമ്മൾ പണ്ട് പുരാതന കാലം തൊട്ടേ അറിയാവുന്നതാണ്. എല്ലാ വർഷവും ഈ സമയത്ത് മഴ പെയ്യുമെന്ന് അറിയാവുന്നതാണ്, കൊടിയ മഴയെന്നും അറിയാവുന്നത്. എന്നിട്ട് ഈ സമയത്ത് തന്നെ കൊണ്ടുവന്ന് ഈ ദിവസങ്ങളിൽ തന്നെ ഇത് ചെയ്തത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യം ആരും ചോദിച്ച് കാണുന്നില്ല. നിങ്ങളിനി എത്ര രൂപ കൊടുത്താലും അവിടെ ചെയ്ത ആ ഒരു ചെയ്യുന്ന ജോലിക്ക് എത്രയോ ശമ്പളം കിട്ടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ആ ഒരു ജോലിക്ക് ഒരു ദിവസം അതിൽ കിടന്ന് കൈയിട്ട് വാരുന്നതിന് വെറും കൈയോടുകൂടി വാരുന്നതിന് എത്ര രൂപ കൊടുത്താൽ അത് മുതലാവുക? അതിൽ കിടന്നിട്ട് എത്രത്തോളം മനം മറിച്ചിട്ടായിരിക്കും പിന്നീട് അവർ എത്രത്തോളം കിടന്ന് വൃത്തിയാക്കി വന്നിട്ടായിരിക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കുക, അവരിയ്ക്കുക കുടുംബത്തോടൊപ്പം. നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു സുരക്ഷയും ഇല്ലാണ്ട് ഒരാളെ കൊണ്ട് ഇറക്കിയിട്ട് കൊലയ്ക്ക് കൊടുത്തതുപോലെ ആയിപ്പോയിന്നേ ഞാൻ പറയത്തുള്ളൂ. ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാണ്, എല്ലാവരും കൂടി കൊലയ്ക്ക് കൊടുത്തതാണ്. കരാറ് ആ സമയത്ത് ഈ സമയത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ആളിനെ എന്തുകൊണ്ട് ഈ സമയത്ത്, ഇത്രയും കാലയളവില്ലാത്തൊരു കാര്യം ഈ സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ പെരുമഴയത്ത് എന്തുകൊണ്ട് ചെയ്യിച്ചു? എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് നോക്കി കരാറ് കൊടുത്തു? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നൊരു മേൽനോട്ടം വഹിക്കാൻ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാതെ ഇത് വെറുതെ എഴുതി ഒരു ധനസഹായം കൊടുത്തത് കൊണ്ടോ, അവർക്ക് വീട് വെച്ച് കൊടുത്തോ, അവർക്ക് വഴി കൊടുത്തത് കൊണ്ടോ, അല്ല ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ അഭിനന്ദിച്ച് കൊടുത്തു പോയത് കൊണ്ടോ ഈ കാര്യമൊന്നും തീർത്തു വെക്കാൻ പറ്റത്തില്ല. കാരണം നാളെയും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്തങ്ങ് കൊടുക്കും, ഏതെങ്കിലുമൊക്കെ ആൾക്കാർ പോകും. വെറും സാധാ ഒരാളായിരിക്കും ഈ പോവുക. അപ്പോൾ ആ സാധാരണ ആൾ പോകുമ്പോൾ ഇങ്ങനെ ധനസഹായം കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്ത് ഒതുക്കി പോകുന്ന കാര്യങ്ങളല്ല, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇത്രയും നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ അതിനകത്ത് അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മോശമായ സിറ്റുവേഷൻ ആണ് അതിലൊന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയെങ്കിലും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ശുചീകരണത്തിനായിട്ടോ എന്ത് കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത്യാധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ വരുത്താൻ യാതൊരു പാടുമുള്ളതല്ല. കേരളം ഒരുപാട് കാര്യങ്ങളിൽ നമ്പർ 1-ൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലും നമ്പർ 1-ലേക്ക് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് നിങ്ങൾ കസേരകളിലിരിക്കുന്ന ഓരോ ആൾക്കാരുമാണ്. കാരണം ഈ കസേരയിലിരിക്കുന്ന ഒരാളും വന്നിട്ട് ഇതിനകത്ത് ഇറങ്ങത്തില്ല. അവരെ വീട്ടിലുണ്ടെങ്കിൽ പോലും അവരിറങ്ങി ചെയ്യില്ല. ഇതിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് കുറച്ച് ആളുകളെയാണ് ഇതിലേക്ക് ഇറക്കുക. അപ്പോൾ അവരെ സുരക്ഷ അതുപോലെ നോക്കേണ്ട നിങ്ങളുടെ കടമയാണ്, നമ്മളെ ഓരോരുത്തരെയും കടമയാണ്. നമ്മളെ മുന്നിലൂടെ ഒരാൾ ഇതുപോലെ കാര്യം ഇറങ്ങി പോകുമ്പോൾ നമ്മളായാലും പറയണം, അല്ല ചേട്ടാ ഇന്നതുപോലെ ഒരു ഇഷ്യൂകളിലായിരിക്കും, അല്ല ഇന്നായിരിക്കും, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി അതിനകത്ത് ചെന്ന് കയറണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുക നമ്മളെയും കൂടി കടമയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു കുഴിക്കാൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ ഭാഗത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയും നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഒരാളുടെ സുര അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അവരൊന്ന് ചെയ്യട്ടെ, അവരല്ലേ അവർക്ക് അറിഞ്ഞങ്ങോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല. ആ ഒരാൾ വരുന്നത് അന്ന് ഇച്ചിരി കൂടെ കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാൾക്ക് അസുഖം ഉണ്ടല്ലോ അയാൾക്ക് മരുന്ന് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ചിന്തയിലായിരിക്കും ഓടിയെത്തുക. ആത്മാർത്ഥത പണിയെടുക്കുന്നവരുടെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പ്രണാമം, കോടിക്കോടി പ്രണാമം ഞാൻ അർപ്പിക്കുന്നു. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ഫോണിൽ ഞാൻ ഒരു ഫോട്ടോ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരാളുടെ കഥ ഞാൻ ഒരുപാട് എൻ്റെ മുന്നിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വേസ്റ്റ് കൊണ്ടിടുന്നതിനെക്കുറിച്ച് അവർക്ക് അതിലൂടെ നമുക്കൊരു അവബോധം വളർത്താൻ പറ്റും. ഇതിൻ്റെ എല്ലാം വീഡിയോസ് വെച്ചിട്ട് തന്നെ ഇനി ഈ ലോകം മൊത്തവും ഒരു പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലും എല്ലാം നിങ്ങൾക്ക് അവബോധം വളർത്താനുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും ഈ ഒറ്റ സംഭവത്തോടു കൂടി. ഈ മാലിന്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതിനെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് നല്ല രൂപത്തിലാക്കി നിങ്ങൾ എടുക്കുക.